വായ്പാ ബാധ്യതകളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരമൊരുക്കി കിള്ളിമംഗലം ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി 2026 കുടിശ്ശികയുള്ള വായ്പകൾ വൻ ഇളവുകളോടെ തീർപ്പാക്കാം. സാധാരണ വായ്പകൾ, വസ്തു വായ്പകൾ, ഓവർഡ്രാഫ്റ്റ്, MDS വായ്പകൾ എന്നിവയ്ക്ക് ആനുകൂല്യം ലഭ്യമാണ്. കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശയിൽ 10% ഇളവും ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നു. ബാങ്കിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ സംഘടിപ്പിക്കുന്ന അദാലത്തുകളിൽ പങ്കെടുത്ത് ഈ ആനുകൂല്യം സ്വന്തമാക്കാം. ഒപ്പം നിക്ഷേപങ്ങൾക്ക് 8% വരെ പലിശയും മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ഇളവുകളും ബാങ്ക് നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കിള്ളിമംഗലം ഹെഡ് ഓഫീസുമായോ ആറ്റൂർ, മനപ്പടി, കമ്പനിപ്പടി, പാഞ്ഞാൾ, ഉതുവടി ബ്രാഞ്ചുകളുമായോ ബന്ധപ്പെടുക. ഫോൺ 9188940075. രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിന്റെ തുടർച്ചയാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ FCRA നിയമ ഭേദഗതിയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു തൃശൂരിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ വിരുദ്ധ നയങ്ങൾക്കെതിരെ കടുത്ത വിമർശനവുമായി PK ബിജു രംഗത്തെത്തി. FCRA നിയമ ഭേദഗതി ഈ വേട്ടയാടലിന്റെ ഭാഗമാണെന്നും അദ്ദേഹം ആരോപിച്ചു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ LDF അട്ടിമറി വിജയം നേടുമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സംസ്ഥാനമൊട്ടാകെ മികച്ച മുന്നേറ്റമുണ്ടാക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കോൺഗ്രസ് നടത്തുന്ന ഡീലാരോപണങ്ങൾ അവരുടെ സ്വന്തം വീഴ്ചകൾ മറയ്ക്കാനാണെന്നും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തിയത് വെറും തട്ടിപ്പാണെന്നും ബിജു കുറ്റപ്പെടുത്തി. രാജ്യത്തെ പാചകവാതക പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ കേന്ദ്രം പരാജയപ്പെട്ടുവെന്നും ഹോട്ടലുകൾ അടച്ചിടേണ്ടി വരുന്നത് ഇതിന് തെളിവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലപാടുള്ള ഒരു സംഘടനയായിട്ട് മുന്നണിയോ ധാരണ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കുകയുമില്ല. ആ പ്രഖ്യാപിത നിലപാടിന് ഒരു മാറ്റവും ഇതുവരെ ഇടതുപക്ഷം മാറ്റം വരുത്തിയിട്ടില്ല. ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യം, കോൺഗ്രസ് നടത്തുന്ന ഇത്തരം വഴിവിട്ട നീക്കങ്ങൾ മറച്ചു വെക്കാനാണ് അവർ ഈ തെരഞ്ഞെടുപ്പിനിടയിൽ ഡീൽ എന്ന ഒരു വാക്ക് പ്രയോഗിച്ചത്. തൃശ്ശൂരിൽ നിൽക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാം ഡീൽ ആരുമായി, എങ്ങനെ, എവിടെ എന്ന്. ഇവിടെ മറ്റത്തൂര് അവിടെ 4 പേരെ താമര ചിഹ്നത്തിൽ ജയിച്ചിട്ടുള്ളൂ. 8 പേര് ജയിച്ചത് കൈപ്പത്തി ചിഹ്നത്തിലാണ്. BJP നേതാവ് സുരേന്ദ്രൻ പറഞ്ഞ പോലെ 4 പേരിൽ വെച്ച് ഒരു പഞ്ചായത്ത് ഭരണം നടത്താൻ ഞങ്ങൾ കഴിയുന്നില്ലേ? അപ്പോൾ 8 കോൺഗ്രസ് പാർട്ടിയുടെ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചവർ പാർലമെന്ററി പാർട്ടി ഉൾപ്പെടെ BJP ലയിച്ചാണ് മറ്റത്തൂരിൽ ഇപ്പോൾ ഭരണം നടത്തുന്നത്. ഒരാളെ നടപടി എടുത്തിട്ടില്ലല്ലോ, എല്ലാ നടപടിയും പിൻവലിച്ചിട്ടുണ്ട്. ഇപ്പം ചൊവ്വന്നൂര് അവിടെ LDFന്റെ ഭരണം വരാതിരിക്കാൻ കോൺഗ്രസും SDPയുമായി ചേർന്നല്ലേ ഭരണം നടത്തുന്നത്. അന്നതിൻ്റെ പേരിൽ എടുത്ത് നടപടിയെല്ലാം പിൻവലിച്ച് അവരെല്ലാം തിരിച്ചെടുത്തില്ലേ? അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏത് വർഗീയ സംഘടനകളുമായി ചേർന്ന് ഭരണം നടത്തും ഒരു പ്രയാസവർക്കില്ല. ന്യൂസ് ഡെസ്ക് CCV.